ഹലോ ഗൈസ്, മാങ്കമുട്ടായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കാർട്ടനോൺ ടെമ്പിളിലെ ആ പഴയ ഡബിൾ ഡഞ്ചൻ ഗ്യാങ് വീണ്ടും ഒന്നിച്ചത് നമ്മൾ കണ്ടില്ലേ. ഒരു ഗൃഹാതുരത്വമൊക്കെ തോന്നിയിരുന്നെങ്കിൽ അത് അവിടെ വെച്ചേക്ക്. കാരണം ഇവിടെ കാര്യങ്ങൾ സീൻ കോൺട്രോ ആണ്. എലിയെപ്പോലെ പേടിച്ചു നടന്ന നമ്മുടെ ജിൻവു ഇപ്പോൾ 8ന്റെ പണി കൊടുക്കുന്ന ഒരു ലോക്കൽ ഗുണ്ടയുടെ ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി ഒട്ടും വൈകിക്കാതെ നേരെ വീഡിയോയിലേക്ക് വിടാം. എപ്പിസോഡ് 9. യു ഹാവ് ബിൻ ഹൈഡിങ് യുവർ സ്കിൽസ്. മിസ്റ്റർ സോങ്, ജൂഹി, കിമ്മമ്മാവൻ എന്നിവർക്കൊപ്പം ജിൻവു ഒരു റാങ്ക് ഡഞ്ചണിൽ എത്തിയിരിക്കുകയാണ്. ഇവരുടെ കൂടെ കുറച്ച് ജയിൽ പുള്ളികളും അവരെ നോക്കാൻ വന്ന കാങ് തെഷിക് എന്നൊരു ബി റാങ്ക് അസാസിനുമുണ്ട്. ഡഞ്ചനിൽ 3 വഴികൾ കണ്ടപ്പോൾ ഇവർ രണ്ടായി തിരിഞ്ഞു. ജിൻവുവും സോങ്ങും ജൂഹിയും ഒരു വഴിക്ക് പോയി. എന്നാൽ മറുവശത്ത് തെഷിക് തനി സ്വരൂപം പുറത്തെടുത്തു. അവൻ വെറുമൊരു ഗാർഡായിരുന്നില്ല, കോടികൾ കൊട്ടേഷൻ വാങ്ങി വന്ന ഒരു സൈക്കോ കില്ലറായിരുന്നു. കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടെ അവൻ ആ ക്രിമിനലുകളെ തീർത്തു. ഇത് കണ്ടു നിന്ന കിമ്മിനും കിട്ടി 8ന്റെ പണി. ഇതൊക്കെ ഈ ക്രിമിനലുകൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാം എന്ന് പറഞ്ഞ് തെഷിക് പ്ലാൻ ഇടുമ്പോഴാണ് ജിൻവുവിന്റെയും ടീമിന്റെയും എൻട്രി. മരിക്കുന്നതിന് മുൻപ് കിം അമ്മാവൻ അന്ന് ഡബിൾ ഡഞ്ചനിൽ ജിൻവുവിനെ ഇട്ടിട്ട് പോയതിനൊരു സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ കിം ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇത് കണ്ട് കലിപ്പായ മിസ്റ്റർ സോങ് തെഷിക്കിനെ വെട്ടാൻ പോയി. പക്ഷെ പുള്ളി ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. സോങ്ങിനെ തീർക്കാൻ തെഷിക് കത്തി ഓങ്ങിയതും നമ്മുടെ ജിൻവു ആ കത്തി ഒറ്റ കൈകൊണ്ട് തടഞ്ഞു. അതോടെ തെഷിക്കിന്റെ കിളി പാറി. ജിൻവു വെറുമൊരു ഈ റാങ്ക് അല്ലെന്ന് അവന് കത്തി. പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞാടിയായിരുന്നു. തെഷിക് അവന്റെ സ്റ്റെൽത്ത് സ്കിൽ, അതായത് മുങ്ങി നടക്കുന്ന കഴിവ് വെച്ച് ജിൻവുവിനെ ആക്രമിച്ചു. നീ എവിടെ ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കുംടാ എന്ന ലൈനിൽ ജിൻവു മേർട്രസ് ഇന്റൻസ് സ്കില്ലിട്ട് അവനെ ഒന്ന് കണ്ണു മഞ്ഞളിപ്പിച്ചു. പിന്നെ ഒരൊറ്റ കുത്ത് നേരെ ഹൃദയത്തിലേക്ക്. ആ സൈക്കോ കില്ലർ അവിടെ വെച്ച് തീർന്നു. മരിക്കുന്നതിന് മുൻപ് അവൻ ജിൻവുവിനെ നോക്കി പറഞ്ഞു, നിന്നെ കാത്തിരിക്കുന്നത് വലിയൊരു ഇരുട്ടാണ്. ഈ ഫൈറ്റ് ജയിച്ചതോടെ സിസ്റ്റം വക ജിൻവുവിന് ലോട്ടറി അടിച്ചു. തെഷിക്കിന്റെ അതേ സ്റ്റെൽത്ത് സ്കിൽ ജിൻവുവിന് ഇനി ഹൈഡ് ചെയ്തടിക്കാം. ഇത്രയൊക്കെ നടന്നിട്ടും ഇൻവെസ്റ്റിഗേറ്റർ വു ജിൻചുൾ വന്നപ്പോൾ ഇതൊക്കെ ഞാനാ ചെയ്തേ എന്ന് പറഞ്ഞ് മിസ്റ്റർ സോങ് ഒരു വലിയേട്ടൻ കളി കളിച്ചു. അതോടെ ജിൻവുവിന്റെ സീക്രട്ട് അവിടെ സേഫ്. എപ്പിസോഡ് 10. വാട്ട് ഈസ് ദിസ്, എ പിക്നിക്? എപ്പിസോഡ് 10 തുടങ്ങുന്നത് നമ്മളെ കുറച്ച് സങ്കടപ്പെടുത്തിക്കൊണ്ടാണ്. ഹീലിംഗ് ഹണ്ടറായ ജൂഹി ആ പണി നിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ ജിൻവുവിന് അവിടെ ഒരു ലൈൻ സെറ്റ് ആകും എന്ന് കരുതിയ നമ്മുടെയൊക്കെ നെഞ്ചത്തടിച്ച് ജൂഹി നാട്ടിലേക്ക് വണ്ടി കയറി ഗൈസ്. പിന്നെ ജിൻവുവിന് കിട്ടുന്നത് വലിയൊരു 8ന്റെ പണിയുടെ വാണിംഗ് ആണ്. ഇൻവെസ്റ്റിഗേറ്റർ വു ജിൻചുൾ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. നമ്മൾ മുൻപ് കണ്ട ആ ചിലന്തി ഗുഹയിലെ ബോസ് ഹ്വാങ് ഡോങ്സുക്കിന്റെ അനിയൻ ഒരു എസ്റാങ് ഹണ്ടറാണ്, ഹ്വാങ് ഡോങ്സു. ചേട്ടനെ കൊന്നതിന് അവൻ ജിൻവുവിനോട് പകരം ചോദിക്കാൻ വരും. നിയമത്തിന് ഒരു എസ്റാങ് ഹണ്ടറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇൻവെസ്റ്റിഗേറ്റർ പറഞ്ഞപ്പോൾ ജിൻവുവിന് കാര്യം പിടികിട്ടി. പണി വരുന്നുണ്ട് അവറാച്ച, എങ്ങനെയെങ്കിലും വേഗം സ്ട്രോങ് ആകണം. പിന്നെ നമ്മൾ കാണുന്നത് ജിൻവോവിന്റെയും ജിൻഹോയുടെയും ഒരു ലോക്കൽ തൊഴിലുറപ്പ് പരിപാടിയാണ്. ജിൻഹോയുടെ ഗിൽഡ് ലൈസൻസിന് വേണ്ടി അവർ സി റാങ്ക് ഡഞ്ചിയനുകൾ ബുക്ക് ചെയ്തു. ഒരു ഡഞ്ചിയനിൽ കയറാൻ 8 പേർ വേണം. ഇവർ യാതൊരു പണിക്കും പോകാത്ത കുറച്ചുപേരെ കാശ് കൊടുത്ത് വാടകക്കെടുത്തു. നിങ്ങളാരും പണിയെടുക്കേണ്ട, വെറുതെ ഗേറ്റിന് പുറത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെ പുറത്തു നിർത്തി. ജിൻവോവും ജിൻഹോയും മാത്രം അകത്ത് കയറി. സാധാരണ ഒരു സി റാങ്ക് ഡഞ്ചിയൻ തീർക്കാൻ മണിക്കൂറുകൾ എടുക്കുമ്പോൾ വെറും 1 മണിക്കൂർ കൊണ്ട് ഇവർ ചായ കുടിക്കുന്ന ഗ്യാപ്പിൽ ഡഞ്ചിയൻ ക്ലിയർ ചെയ്ത് പുറത്തു വന്നു. പുറത്തു നിന്നവരുടെ ഒക്കെ കണ്ണ് തള്ളിപ്പോയി. തുടർച്ചയായി ഡഞ്ചിയനുകൾ ക്ലിയർ ചെയ്ത് പാമ്പുകൾ, തേളുകൾ, ചെന്നായ്ക്കൾ മുന്നിൽ വന്നതിനെല്ലാം വെട്ടിനിരത്തി ജിൻവു ലെവൽ 40 അപ്പോഴാണ് സിസ്റ്റത്തിന്റെ വക അടുത്ത ബോംബ് വരുന്നത്. ഈ സമയത്താണ് വൈറ്റ് ടൈഗർ ഗിൽഡിലെ മാനേജർ അൻസാങ്മെൻ ഒരു ബ്രോക്കറെ പോലെ ജിൻവുവിനെ തേടി വരുന്നത്. എങ്ങനെയെങ്കിലും ജിൻവുവിനെ തങ്ങളുടെ ഗിൽഡിലേക്ക് പൊക്കണം, അതാണ് ലക്ഷ്യം. കുറെ വലിയ ഓഫറുകളൊക്കെ മുന്നിൽ വെച്ചു. പക്ഷേ ജിൻവു കൂളായിട്ട് തന്റെ 30 ബില്യൺ വോണിന്റെ കോൺട്രാക്ട് എടുത്ത് കാണിച്ചു. അതോടെ മാനേജറുടെ കിളി പോയി. തന്നെ രഹസ്യമായി നിരീക്ഷിച്ചതിന് ജിൻവു മാനേജർക്ക് ഒരു സ്മോൾ വാർണിംഗ് കൊടുത്തു. പുതിയ സ്റ്റെൽത്ത് സ്കിൽ ഉപയോഗിച്ച് കണ്ണിമ വെട്ടുന്ന സമയത്തിനുള്ളിൽ അവൻ മാനേജറുടെ കഴുത്തിൽ കത്തിവെച്ചു. എന്നെപ്പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ട. ആ സീൻ ശരിക്കും ഗൂസ് ബംസ് ആയിരുന്നു. എന്നിട്ട് ജിൻവു കാണിച്ച ബിസിനസ് ബുദ്ധിയാണ് ഹൈലൈറ്റ്. താൻ ബുക്ക് ചെയ്ത 3 ഗേറ്റുകൾ ഇരട്ടി വിലയ്ക്ക് അവർക്ക് തന്നെ തലയിൽ കെട്ടിവെച്ചിട്ട് നമ്മുടെ പയ്യൻ രാജാവായി നടന്നുപോയി. ശരിക്കും മാർവാടിയെ തോൽപ്പിക്കുന്ന ബിസിനസ്. എപ്പിസോഡ് അവസാനിക്കുന്നത് ജിൻവു തന്റെ ആ പഴയ റെഡ് ട്രക്കിൽ പുതിയ ജോബ് ചേഞ്ച് ക്വിസ്റ്റിലേക്ക് മാസായി പോകുന്ന സീനോടെയാണ്. ലെവൽ 40 ജിൻവുവിന് ഇനി എന്ത് അമാനുഷിക കഴിവായിരിക്കും കിട്ടാൻ പോകുന്നത്? ആ എസ്റാങ് ഹണ്ടർ പണി കൊടുക്കാൻ വരുമോ? എന്തായാലും അടുത്ത എപ്പിസോഡുകളിൽ വെടിക്കെട്ടുറപ്പാണ്. ഈ റീക്യാപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ മാംഗ അനിമെ അപ്ഡേറ്റുകൾക്കും റീക്യാപ്പുകൾക്കുമായി നമ്മുടെ മാംഗ മുട്ടായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അടിച്ചു പൊട്ടിച്ചേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ see you soon.